എല്ലാ പെണ്ണുങ്ങൾക്കും ഊരുണ്ടാവും. വലിയ കുണ്ണിയുണ്ടോ? വരാൻ നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് മേപ്പറമ്പിനടുത്ത വാര്യംപറമ്പ് എന്ന സ്ഥലത്താണ്. ഇവിടെ വരാനുള്ള കാരണം 13-ാം തീയതി അല്ലേ, 13-ാം തീയതി വൈകുന്നേരത്തോടുകൂടി ഇവിടെ സംഘർഷം ഒരു വിനോദ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട് കയറി ആക്രമിച്ച അദ്ദേഹത്തെയും അദ്ദേഹത്തെ ഭാര്യയും അദ്ദേഹത്തെ മക്കളെയും അതുപോലെ അദ്ദേഹത്തെ പേരക്കുട്ടിയും ഒരു വീട് കയറി ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിനോദത്തിനോട് ചോദിച്ചു നോക്കാം. കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വിനോദത്തിന് ചോദിച്ചു നോക്കാം. വിനോദ് നമസ്കാരം. അതൊരു 13-ാം തീയതി വൈകുന്നേരത്തോടെ നമ്മുടെ വീടെടുത്ത് ഒരു സംഘർഷം ഉണ്ടായല്ലോ. ശരി, അത് എന്താ യഥാർത്ഥത്തിൽ നടന്നെന്ന് പറയാൻ പറ്റുമോ? ഒരു വിഷുവേലയോട് അനുബന്ധിച്ചുള്ള ഗാനമേളയായിരുന്നു. ഗാനമേളയ്ക്ക് ഞാൻ എത്തിപ്പെടുന്നത് 10 മണിക്ക് ഗാനമേള അവസാനിക്കുകയായിരുന്നു. 9:55 ഞാൻ അമ്പലപ്പറമ്പിലേക്ക് പോയി. അമ്പലപ്പറമ്പിൽ പോയിട്ട് ഒരു ഡോർ അടച്ചതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഈ പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഞാനൊരു അവിടുത്തെ ഒരു കുശരിക്കാരനാണ് വാതിലടച്ചത്, അമ്പലത്തിൻ്റെ കുശരിക്കാരൻ. അപ്പം ഞാൻ അയാൾ ഇതുപോലെ ഞാൻ വരുന്നത് കണ്ട് വാതിലടച്ചു. വാതിലടച്ചു എന്ന് എനിക്കൊരു തോന്നൽ കൊണ്ട് ഞാൻ അവനോട് പോയിട്ട് ഞാൻ വരുന്നത് കണ്ട് വാതിലടച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ മയിരുന്നുള്ള അസഭ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയതാണ്. അപ്പം നീ അത് എന്നോട് പറയണ്ടാവുന്നിട്ട് എന്നെ പിടിച്ച് തള്ളി ഈ വ്യക്തി. അപ്പം ഞാനും തിരിച്ചു തള്ളിയതും ഇവരുടെ കുടുംബക്കാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ആ ഗാനമേളയുടെ ഇടയിൽ വന്ന് ചാച്ചനെ തള്ളുക അങ്ങനെ അവൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. അതേപോലെ വന്ന് ചാച്ചനെ തള്ളുക അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. ആ ഇഷ്യൂ അവിടെയുള്ള സമുദായ കമ്മിറ്റിക്കാർ കണ്ട് വിനോദ് നമുക്ക് കാലത്ത് സംസാരിക്കാം വിനോദം എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാണ്. ഞാൻ 10:30 വരികയും ചെയ്തു. ഇഷ്യൂ കഴിഞ്ഞ് 10:00 വരികയും ചെയ്തു. ഞാൻ ഇവിടെ വന്ന് കിടക്കുകയും ചെയ്തു. കിടന്നൊരു 12:30 മണിയാകുമ്പോഴാണ് വാതിൽ കൊട്ടുന്ന സൗണ്ട് കേട്ട് വൈഫ് എണീറ്റ് വീട്ടിൻ്റെ ഈ ഉള്ളിലേക്ക് കടന്നു. വാതിൽ കൊട്ടുന്ന സൗണ്ട് കേട്ട് 12:10 ആ ടൈമോട് കൂടിയിട്ട് വന്ന് വാതിൽ കൊട്ടുന്ന സൗണ്ട് കേട്ടു. വൈഫ് എണീറ്റപ്പോൾ നേർ വീട്ടിലേട്ടനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല. ഈ നേർ വീട്ടിലേട്ടൻ ഈ വ്യക്തിയുടെ പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മൂത്തേട്ടനാണ്. അപ്പോൾ ആൾ വന്നിട്ട് സുകന്യോട് വിനോദ് അവിടെ ഇറക്കി വിടുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു കാലത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞ് പോയതാണല്ലോ. അപ്പോൾ കാലത്ത് സംസാരിക്കാം, അപ്പോൾ ഉടനിപ്പോൾ പോകും എന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ രണ്ടാമത് അനിയനായ ദിലീഷ് അസഭ്യം പറഞ്ഞുകൊണ്ട് നേരെ അവനെ ഇറക്കി വിടണേ എന്നുള്ള അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. എന്നെ ഇറക്കി വിടാൻ വേണ്ടി ഇവിടെ കൊണ്ട്. അപ്പോൾ ഞാൻ നേരെ ശരി സൗണ്ട് കേട്ട് ഒരുപാട് സൗണ്ടാണല്ലോ വീട്ടിൽ കേട്ട് നേരെ വരുമ്പോഴേക്കും ഞാൻ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു നിലവിളി കേട്ടു. നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നേരെ മോനെ പിടിച്ചടിച്ചു. ഇവന്റെ തലയ്ക്ക് കല്ല് വെച്ചു. സൗണ്ട് കേട്ട് ഞാൻ അവിടെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് അവൻ വന്നത്. വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ചാച്ചനെ ഇങ്ങനെ തെറി വിളിക്കണ്ടായിരുന്നു. അവര് ഇറക്കി വിടാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഗേറ്റിന്റെ അവിടെ ആൾക്കാർ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ചാച്ച വേണ്ട പറഞ്ഞ് തടുക്കാൻ വേണ്ടി പോയതാണ്. ചാച്ച ഓടും കൊണ്ട് തലക്കടിച്ചു. പിന്നെ ബോധം പോയി. സ്റ്റിച്ച് പിന്നെ വൈഫിനെ അത് കഴിഞ്ഞ് ഞാൻ ഇവന്റെ അടുത്തേക്ക് ഓടും വിളിക്കും. ഇവിടെ ഒരു നിലവിളി കേട്ടു. നോക്കുമ്പോൾ വൈഫിനെ വലിച്ചിട്ട് ഇടിപ്പിട്ട് ചവിട്ടി. മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലജ്ജാകരവും അവൾക്ക് ഭയങ്കര വിഷമമായി. ഒരാളുള്ള ഞാൻ എന്നെ പോലെ ഒരു വ്യക്തി ഉള്ളപ്പോൾ ഭർത്താവിൻ്റെ മുമ്പിലിട്ട് ഇങ്ങനെ ആകുക എന്ന് പറയും. പക്ഷെ നമ്മൾ വീട് കയറി ആക്രമിക്കുന്നുള്ളൊരു ഇത് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്രത്തോളം അതിക്രൂരമായി തന്നെ മർദ്ദിച്ചു. അതായത് നമുക്ക് ഈ കുഞ്ഞെന്ന് പോലും കാണാതെ ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് ഇതിന്റെ രണ്ടുപേരിനെയും മർദ്ദിക്കാൻ പോകുന്ന കണ്ടപ്പോൾ ഞാൻ തടയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് എന്റെ കൈ പിടിച്ചിട്ട് മാറ്റിയിട്ട് കൊച്ചിനെ എടുത്തത്. കയ്യിൽ പിടിച്ച് കൊച്ചു കുടഞ്ഞതാണെങ്കിൽ ഈ ഷോൾഡറോ കാര്യങ്ങളോ ഇറങ്ങിയിട്ടുണ്ടാവും.
കുട്ടി പറഞ്ഞു കുട്ടിയില്ല, കുട്ടീനെ കോൾ കഴിഞ്ഞ് തന്നെ ഓക്കെ ഓക്കെ സൗണ്ടിന്റെ ഇടയിൽ അവൻ എണീറ്റു പേടിച്ചിട്ട് പേടിച്ച് എണീച്ചു ഈ ശബ്ദം കേട്ട് പേടിച്ചു അല്ലേ? അപ്പോഴാണ് ഒരു കൈ കൊണ്ട് തൂക്കി ഇവളെ പിടിച്ച് വലിക്കുകയാണ്, മോളെ പിടിച്ച് വലിക്കുകയാണ്. മോളെ പിടിച്ച് പറ്റും ഷോൾഡർ പിടിച്ചു അത് കയ്യിൽ അത് ബാൻഡ് ഇട്ടിരിക്കുക അല്ലേ? ഓക്കെ 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 മോളിൽ നിന്നിട്ട് അവർ ഉപദ്രവിച്ചോ? ഉപദ്രവിക്കുക പറഞ്ഞ അങ്ങനെ കൈ പിടിച്ച് മാറ്റി തള്ളി. ഓക്കെ 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 പിന്നെ രണ്ടുപേരും അടിക്കാൻ മുടി പിടിച്ച് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എന്താ മോളെ പറയും? ഉണ്ണിനെ എടുക്കാൻ വേണ്ടി പോയിട്ട് കരയായിരുന്നല്ലോ, കൈ പിടിച്ച് വെച്ചിട്ട് അവനെ എടുക്കാൻ വേണ്ടി പോയപ്പോ എന്റെ മുഖത്തിട്ട് കുത്തിയിട്ടുണ്ട്. ആരെ കുത്തിയത്? ജിജേഷ് പറഞ്ഞിട്ട് ഒരാളാണ്, ദിനേശ് തക്കാളി പറയും. ജിജേഷ് ഓക്കെ ഓക്കെ കുത്തി ചെയ്ത് എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു? ചവിട്ടിയിട്ടുണ്ട്. എന്ത് വെച്ച് കുത്തിയത്? എന്ത് ആയുധം? കൈ കൊണ്ടുള്ള ആയുധം. ഓക്കെ 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 മോന്റെ തലയെ പിടിച്ച് വലിച്ചിട്ടുണ്ട്. ഇത് മോനാണ്. മോൻ എന്ത് പറ്റിയ മോനെ? ചേച്ചിനെ തല്ലുന്നുണ്ടപ്പോൾ തടയാൻ പോയപ്പോൾ മുടി പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് ചെറിയിട്ട് പൊടിക്കടിച്ചു. അതിൻ്റെ പാടാണ്. ഓക്കെ ഓക്കെ ചേച്ചി ഉപയോഗിച്ചു മോന്റെ തല്ലെന്ന് പറഞ്ഞിട്ട് പിരിച്ചു മാറ്റാൻ വേണ്ടി പോയതാണ്. പോയ സമയത്ത് വിട്ടേയില്ല. ചേച്ചി മോനാണ്, ഓക്കെ 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 എന്നും പിടിച്ചു മാറ്റാൻ വേണ്ടി പോയപ്പോൾ നല്ല അടിക്കായിരുന്നു. അപ്പം മാറ്റി മോനെ തല്ലണ്ട പറയുമ്പോൾ മനസ്സിലാവണില്ല. തലയെ പിടിച്ച് വലിക്കുക ഓടിട്ട് കുത്തണ കണ്ടിട്ട് ഞാൻ വേഗം ഓടിയതാണ്. പറയുമ്പോൾ കേൾക്കില്ല. നമ്മളെ പിടിച്ച് വലിച്ച് കാലിലേക്ക് ചവിട്ടിയിട്ട് കാല് ചവിട്ടി നല്ല അതിക്രൂരത്തിന് മർദ്ദിച്ചില്ല. ഒരു യാതൊരു പ്രകോപനമില്ല. ഇതൊരു കാരണം അല്ലേ? ശരിക്കും അവിടുത്തെ അന്നത്തെ സംഭവം അത് അവിടെ കൊണ്ട് തീരേണ്ട സംഭവം. അതായത് എന്നോട് പറഞ്ഞത് സമുദായം പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ഇവിടെ വന്ന് കിടന്നു. കാലത്ത് എണീറ്റ് 7 മണിക്ക് സമുദായത്തിലേക്ക് വരാൻ പറഞ്ഞു. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ തീരേണ്ട സംഭവം അവർ ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞിട്ടാണ് സമുദായക്കാർ മുഴുവൻ പോയി കിടന്നത്. അവർ ഒത്തുതീർപ്പായി. അതിനുശേഷം പിന്നെ വീണ്ടും രാത്രി 12 അവരറിയാതെയാണ് വന്നിരിക്കുന്നത്. അവരറിയാതെ 12:30 രാത്രി 12. അതായത് ശരിക്കും എന്താ പറയാ അതിക്രൂരമായി തന്നെ അല്ലേ? നമുക്കൊരു എന്തുകൊണ്ടായിരിക്കും കുത്തിയത്? ഗ്ലാസ് കൊണ്ട് അതാണ് ആ കുപ്പി ഗ്ലാസിന്റെ ബാക്കി മുഖത്ത് എറിഞ്ഞതാണ്. മൂക്കിന്റെ പാലം. അത് മാത്രമല്ല ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞ വളരെ ശരിക്കും ഒരു എന്താ പറയുക ലജ്ജാകരമാണ് അല്ലേ? അതുപോലെ തെമ്മാടിത്തരമാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇത്രയും ചെറിയ 1.5 വയസ്സായ കുട്ടീനൊക്കെ ഈ വിഷയത്തിൽ എടുത്ത് അത് ആരെയും മർദ്ദിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ശരിക്കും ഡ്രിങ്ക്സ് ഒന്നും അല്ല അവർ യൂസ് ചെയ്യുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാത്ത ആൾക്കാർ ഡ്രിങ്ക്സ് ആണെങ്കിൽ കൂടെ നമുക്കൊരു വേദന കണ്ടാൽ വേദന കണ്ടാൽ മനസ്സിലാവും. പെട്ടെന്ന് അവർ ഇറങ്ങി പോകുന്നു വെക്കുക. ഇത് അതല്ല, അവർ അടിച്ചു കയറ്റിയിരിക്കുന്നത് അതെന്തൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ സംശയമുണ്ട് അല്ലേ? എന്നാലും ആരെയും മർദ്ദിക്കുന്ന തെറ്റാണ്. പക്ഷേ മദ്യപിക്കാത്ത ആൾക്കാരില്ല, മദ്യപിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്രൂരമായ പ്രവൃത്തി ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും അല്ല, ആരെയും ഒരു അടിക്കാൻ ഒന്നും പാടില്ല. ഒരു ചെറിയ അവിടുത്തെ ഈ കൊച്ചിനെ അടക്കം ഇങ്ങനെ കാണിക്കാൻ പോലെ ഒരു തെമ്മാടിത്തരം എന്നത് പറയുക. അവർ എത്ര പേരുണ്ടായിരുന്നു? അവർ 8 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടീനെയൊക്കെ ഈ ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് ഒരു അതിക്രൂരമായി മർദ്ദിക്കുക എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെ എന്ന കാര്യം സംശയമില്ല. ലജ്ജാകരം മാത്രമല്ല, ആരെയും മർദ്ദിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത്രയും ചെറിയ കണ്ടാൽ എത്ര ഒരു കയ്യിൽ പിടി തൂക്കുക, ശരിക്കും നിലത്ത് അടിക്കാൻ പോകുന്ന അതായത് കയ്യിൽ തൂക്കിയിട്ട് നിലത്ത് അടിക്കാൻ പിടിച്ചതുകൊണ്ടാണ് അവളുടെ മുഖത്ത് ഇടിച്ച് ഇതായത്. ശരിക്കും നിലത്ത് അടിക്കാൻ പോകുന്നത് പോയത് മോള് പിടിച്ചത് കൊണ്ട് മാത്രം പിടിച്ച് നിലത്തിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ തെമ്മാടിത്തരമാണ് എന്ന് തന്നെ പറയാം. വളരെ ലജ്ജാകരമായിട്ട് തന്നെയാണ്. അവരെത്ര പേര്? 8 പേരുണ്ടായിരുന്നു. അതിലാരും പ്രതികളെ പിടിച്ചവനോട്ട് അവർ നമ്മൾ ഇതിൽ ഇപ്പോൾ സിജീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ദിലീഷ്, ദീപക് എന്ന് പറഞ്ഞ വ്യക്തി, കണ്ണൻ എന്ന സന്തോഷ്, ഇവർ 4 പേരെ പിടിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരെ പിടുത്തം കിട്ടിയിട്ടില്ല. 4 പേര് പിടിച്ചിട്ടുണ്ട്. 4 പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പേര് ഒളിവിലാണ്. അവർ 4 പേര് കിട്ടിയിട്ടില്ല. സാറുമാർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തല്ലോ. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവരെയും കൂടി പിടിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അവരെ പിടിച്ച് നല്ലൊരു രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കണം. ഇനി ആരും ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഇനി ഒരു കുടുംബം ഈ കേരളത്തിലെ നടക്കാൻ പാടില്ല. അല്ല, ഇനി ഒരു കുടുംബത്തിന് ഇതുപോലെ വരാൻ പാടില്ല. അമ്മ പെങ്ങന്മാരുടെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ എവിടെ നടക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഇനി ശക്തമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ശക്തമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇപ്പൊ അവര് കഴിച്ചിട്ടല്ല, ഡോസ് മദ്യപിച്ചിട്ടല്ല, അവര് കഞ്ചാവ് അല്ല വേറെ എന്തോ പിടിപാടുള്ള പോലെയാണ് വന്നിട്ട് കുട്ടികളെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നുണ്ട്, വീട്ടിനുള്ള കോമ്പൗണ്ടിനുള്ളിൽ കയറും, അവിടെ പറയുന്നുണ്ട് കുട്ടിയുള്ളതൊക്കെയാണ്, നാളെ സംസാരിക്കാം. ഇവര് ശരിക്കും ആലോചിക്കുന്നത് മദ്യവെച്ചിട്ടില്ല, അതിനപ്പുറത്തേക്ക് അതിന് വലിയ
വലിയ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം. മദ്യത്തിനപ്പുറം ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുന്നത് ശരിക്കും മദ്യപിച്ചിട്ടുണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് അത്രയും ക്രൂരമായി വേണ്ട എന്ന് മദ്യപിച്ചവരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. ഇത് അതല്ല, ആ മദ്യപിച്ചവരാണെങ്കിലും നമുക്ക് പറഞ്ഞാൽ നാളെ കാലത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിട്ടൊരു സംഭവത്തെ ഇത്രയും രൂക്ഷമാക്കി കൊണ്ടുവരണമെങ്കിൽ അവർ വേറെ എന്തൊക്കെയോ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ ഞാൻ സമുദായം വന്ന് ഒത്തുതീർപ്പാക്കിയ ഒരു സംഭവമാണ്. അതിനിങ്ങനെ കുത്തിപ്പോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതല്ല വൈരാഗ്യം, വേറെ എന്തൊക്കെയോ വൈരാഗ്യം ഉള്ളിൽ കണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ കുറച്ച് പയ്യന്മാരെ എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഉത്തരവാദിത്വം മറ്റേ വൈസ് പ്രസിഡന്റാണ്, വെസ്റ്റ് ഏരിയയുടെ BJPയുടെ വെസ്റ്റ് ഏരിയയുടെ വൈസ് പ്രസിഡന്റ്. ആക്രമിച്ച വ്യക്തികൾ CPM പ്രവർത്തകരാണെന്ന് പറയുമ്പോൾ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരാണ്. അതായത് CPM അനുഭാവികളാണ് വീട് കയറി ആക്രമിച്ചത്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു തെമ്മാടിത്തരം തന്നെയാണെന്ന് പറയാതിരിക്കുമ്പോൾ ഒരു ചെറിയ കൊച്ചിനെയൊക്കെ എടുത്തിട്ട് നിലത്ത് പിടിച്ച് കൈ തൂക്കി നിലത്തടിക്കാൻ പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ ഈ കുട്ടി അവർ മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ നിലത്തടിക്കാത്തത്. അല്ലെങ്കിൽ ശരിക്കും അടിച്ചിട്ടുണ്ടാവും, നിലത്തടിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിലത്ത് അടിക്കുകയല്ല, എടുത്തിട്ടാൽ തന്നെ മതിയല്ലോ. പിഞ്ചു കുഞ്ഞിൻ്റെ അവസ്ഥ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഇനി വളർന്നു വരുന്ന കൊച്ചിന് എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ പറയാൻ പറ്റില്ലല്ലോ. കയ്യോ കാലം ഒന്ന് ഒടിഞ്ഞിരുന്നാൽ പോലും നമുക്ക് അതിനെ നേരെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വേദനാകരമായിട്ടുള്ളൊരു സംഭവം അതിനി ആർക്കും ആവർത്തിക്കരുത്. അതായത് ഇതുപോലെ സംഭവം ഇങ്ങനെ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇവിടെയല്ല, എവിടെയും ആവർത്തിക്കാൻ പാടില്ല. ഭരണകൂടം അതിനെ ഇതെടുക്കണം എന്നുള്ളതിന്റെ ഒരു അപേക്ഷ കൂടെ ആയിരിക്കണം. അവരാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം വിനോദനും അദ്ദേഹം ഫാമിലി എന്ന് ചേച്ചി പറയാനുള്ളത്. അതന്നെയാണ് പറയുന്നത്. ഇനി മേലാൽ ഈ പ്രവൃത്തി എവിടെ ആവർത്തിക്കാൻ പറ്റില്ല. നല്ലൊരു കടുത്ത ശിക്ഷ ശക്തമായി കൊടുക്കണം. ഒരു വീട്ടിലും കയറിയും സ്ത്രീകളെയും കുട്ടികളെയും അതിക്രമിക്കരുത്. അതിന് എന്താണ് പണിഷ്മെന്റ് മാക്സിമം അതന്നെ കൊടുക്കണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല ശിക്ഷ കൊടുക്കണം, നല്ല ശിക്ഷ കൊടുക്കണം, ശക്തമായി തന്നെ ശിക്ഷ കൊടുക്കണം. അതിപ്പോൾ അത്രയും കുറേ കുട്ടിനൊക്കെ അടിച്ചിട്ട് കൈകൊണ്ട് നിലത്ത് ഓർഡർ കൊടുത്ത് പരിക്കെന്ന് പറയാതെ ഭയങ്കര ഒരു മോശത്തരമായ തെമ്മടത്തരം തന്നെ എന്തെങ്കിലും പറയായിരിക്കും. ആ ഭാഷ തന്നെ ഉപയോഗിക്കണം. അത്രയും ക്രൂരമായി തന്നെ മർദ്ദിച്ചത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ബാക്കിയുള്ള 4 പ്രതികളെയും കൂടി പിടിച്ച് അവർക്കും കൂടി അവർക്കല്ല ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 8 പേർക്കും തക്കതായ ശിക്ഷ, കടുത്ത ശിക്ഷ തന്നെയാണ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവരുടെ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൂടിയാണത്. ശക്തമായി തന്നെ ശിക്ഷ കൊടുക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല.